മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കുളത്തിൽ വീണ കുട്ടികളെ രക്ഷിച്ച സഹോദരി നഫീസയുടെ വീട്ടിലേക്ക് അനുമോദന പ്രവാഹം. കാരശ്ശേരി പഞ്ചായത്ത് 15-ാം വാർഡിലെ മുട്ടാത്ത് ഒറൂങ്കുണ്ട് കുളത്തിൽ വീണ മുഹമ്മദ് സയാൻ, മുഹമ്മദ് ഫിസാൻ എന്നീ വിദ്യാർത്ഥികളെ അതിസാഹസികമായി രക്ഷിച്ച നഫീസയെ തിരുവമ്പാടി മണ്ഡലം MLA ലിൻഡോ ജോസഫ് അനുമോദിച്ചു. രക്ഷാപ്രവർത്തനത്തിന് മുഖ്യ പങ്കുവഹിച്ച സിനാൻ, യാസീൻ എന്നീ ഇരട്ട സഹോദരന്മാരെയും മൊമെന്റോ നൽകി ആദരിച്ചു. നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ആളുകൾ എത്രത്തോളം ധീരതയോടുകൂടി ഒരു അപകടഘട്ടത്തെ അഭിമുഖീകരിക്കുന്നവരാണ് എന്നുള്ളതിന് പ്രകടമായ തെളിവ്. ഒരു പെട്ടെന്നൊരു ശബ്ദവും കേട്ടപ്പോൾ അതിലേക്ക് പോയി നോക്കാനും മറ്റൊന്നും ചിന്തിക്കാതെ 2 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നാൽ കഴിയുന്ന രൂപത്തിലുള്ള വലിയ പരിശ്രമമാണ് അവർ നടത്തിയത്. ഒരുപക്ഷെ അവരുടെ തന്നെ ജീവൻ അപകടത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയുമായിരുന്ന സാഹചര്യം ഉണ്ടായിട്ടും എങ്ങനെയാണ് സഹജീവികളോട് കരുണ കാണിക്കേണ്ടത് എന്നും, എങ്ങനെയാണ് നമ്മൾ വീട്ടിലേക്ക് ഇരിക്കുന്ന സ്ത്രീകൾ പൊതുവെ എന്താണ് അവർ വീട്ടുജോലികളിൽ മാത്രം മുഴുകുന്നവരാണ് എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ധൈര്യം എത്രത്തോളം ഉണ്ട് എന്ന് പ്രകടമാക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കാര്യക്ഷമതയോടുകൂടി എപ്പോൾ ഒരു സമയബന്ധിതം ഇടപെടേണ്ടതെന്ന് തെളിവായിട്ടാണ് ആ താത്തയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, വൈസ് പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ, DYFI പ്രവർത്തകർ, അൽ ഈമാൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി പ്രതിനിധികൾ തുടങ്ങി നിരവധി ആളുകളാണ് അനുമോദനം അർപ്പിക്കാനായി വീട്ടിലെത്തിയത്. ഒറിവിങ്ങൽ നഫീസയുടെ ധീരമായ പ്രവർത്തനമാണ് ഇതിനൊരു തുടക്കമായത്. പിന്നീട് അവരും അപകടത്തിൽപ്പെട്ടപ്പോൾ സിനാനും യാസീനും വന്നതിന് ശേഷമാണ് ഇവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയത്. വലിയ ധീര പ്രവർത്തനം നടത്തിയ ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. എത്ര അഭിനന്ദിച്ചാലും മതി വരാത്ത 2 ജീവനുകൾ നമുക്ക് വേണ്ടി തന്നിട്ടുള്ള 3 മഹത് വ്യക്തിത്വങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ്.